ഗുഡ് മോർണിംഗ്. ഇതിലിപ്പോൾ നമുക്ക് സ്പൈറലിനെ കുറിച്ച് തന്നെ അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുണ്ട്, എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് എങ്ങനെ കഴിക്കാം, വീട്ടിൽ എങ്ങനെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സ്പൈറലിനെ വന്നിട്ട് ഒരു ബ്ലൂ ഗ്രീൻ ആൽഗിയാണ്, അതായത് കടൽ പായലാണ്. കടലിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്ന ഒരു ജീവജാലത്തിൻ്റെ കടൽ പായലാണ്. കടലാമയൊക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ അത് ജീവിക്കുന്നത് വന്നിട്ട് 350 വർഷത്തിന് മേലെ ജീവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു നല്ലൊരു ഫുഡ് സപ്ലിമെൻ്റാണിത്. ലോകത്ത് സ്പൈറലിനെ കുറിച്ച് അറിഞ്ഞവർ ഇത് കഴിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ വെജിറ്റേറിയൻ ആണത്. ഓക്കെ. അതുപോലെ തന്നെ ഇതിപ്പോൾ ആരൊക്കെ കഴിക്കുമെന്ന് വെച്ചാൽ ജിമ്മിൽ പോകുന്നവർ കഴിക്കാം, പിന്നെ ഓട്ടപ്പന്തയത്തിന് പോകുന്നവർ കഴിക്കാം, അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് ഒരു 12 വയസ്സിന് ശേഷമുള്ളവർക്ക് കൊടുക്കാം. അതല്ല പറഞ്ഞാൽ പകുതി കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഫുഡ് സപ്ലിമെൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാത്തവർക്ക് മാക്സിമം ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിനെ കണ്ടു കഴിഞ്ഞിട്ട് ചിലവർ ഗുളിക കഴിക്കില്ല. ഗുളികൻ്റെ രൂപത്തിലാണ് ഉള്ളത്, ട്യൂബ് ഗുളിക പോലെ. അപ്പോൾ അതിനെ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ക്യാപ്സൂൾ ഇതാക്കി റിമൂവ് ചെയ്തിട്ട് അതിനെ ഫുഡിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ചിലവർ വെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറ്റുകയാണെങ്കിൽ വെള്ളത്തിൽ കലക്കി കുടിക്കാം, ജ്യൂസിലിട്ട് കുടിക്കാം. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസാണ്. കുടിക്കാത്തവർക്ക് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ ലോകത്ത് നാസയിൽ ഇവർ നല്ലൊരു ഹെൽത്ത് ഫുഡാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൽ സ്പൈറലിനെ കുറിച്ചിട്ട് സൂപ്പർ ഫുഡാണ്. ബഹിരാകാശത്ത് പോകുന്നില്ലേ, അതായത് റോക്കറ്റിൽ പോകുന്നവർ, അവരൊക്കെ ഇതിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതാണ് കഴിക്കുന്നത് അവർ. അപ്പോൾ നമുക്കിവിടെ ഭക്ഷണം കഴിക്കുന്ന കാരണം നമുക്ക് കണ്ടൻറ്റ് കുറവായിട്ട് ഇതിൽ തരുന്നുണ്ട്. കഴിക്കാം, ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാം. വിഷ് യു വെൽത്ത്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.